അനാഥനാണെന്ന് പരിചയപ്പെടുത്തിയാണ് ആഡ് ആന്റണി തന്നെ വിവാഹം കഴിച്ചതെന്ന് ആഡ് ആന്റണിയുടെ ഭാര്യ ബിന്ദു. തുണിക്കച്ചവടക്കാരനായ ഇയാൾ തന്റെ മക്കൾക്കും തനിക്കും സംരക്ഷണം ഉറപ്പു നൽകിയിരുന്നതായും ബിന്ദു വ്യക്തമാക്കി. ഭർത്താവ് മരിച്ചതോടെ ജീവിതം പ്രതിസന്ധിയിലായ ബിന്ദു തന്റെ രണ്ടു മക്കൾക്കും തനിക്കും സംരക്ഷണം കിട്ടുമെന്ന പ്രതീക്ഷയിലായിരുന്നു അച്ഛന്റെ എതിർപ്പ് അവഗണിച്ചും കണ്ണൂർ സ്വദേശി സെൽവരാജ് എന്ന പേരിലെത്തിയ ആഡ് ആന്റണിയെ വിവാഹം ചെയ്തത്. താൻ അനാഥനാണെന്നും ഇപ്പോൾ തുണിക്കച്ചവടം ചെയ്ത് ജീവിക്കുന്നുവെന്നും ഇയാൾ വ്യക്തമാക്കി. 1 വർഷത്തോളമായി ഒരുമിച്ച് ജീവിക്കുന്ന ഇവർ ധാരാപുരത്തായിരുന്നു ഏറെക്കാലം താമസിച്ചിരുന്നത്. അടുത്തിടെയാണ് ഗോപാലപുരത്തേക്ക് താമസം മാറുന്നത്. ഒന്നിടവിട്ട ദിവസങ്ങളിൽ മാത്രമാണ് ഇയാൾ വന്നിരുന്നതെന്നും ബിന്ദു പറഞ്ഞു. അല്ലാതെ ഒരു സംശയം തോന്നിക്കാവുന്ന വിധത്തിൽ ഇതേവരെ ഞാൻ കണ്ടിട്ടുമില്ല, അവർ പറഞ്ഞിട്ടുമില്ല ഒന്നും. ഇന്ന് 10 മണിക്ക് പോയാൽ നാളെ 10 മണിക്കേ വരുള്ളൂ. വൈകിട്ടൊന്നും പോവില്ല. രാവിലെ 10 മണിക്ക് പോകും, പിറ്റേ ദിവസം 10 മണിക്ക് വരും. പിന്നെ അതിന് ഒരു ദിവസം കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസമേ പോകുള്ളൂ. എന്നാൽ ബിന്ദുവിന്റെ അച്ഛൻ ഈ വിവാഹത്തിന് അനുകൂലിച്ചിരുന്നില്ല. വിവാഹശേഷം രാമേശ്വരത്ത് പോയ സമയം ബിന്ദുവും ആഡ് ആന്റണിയും വഴക്കുകൂടിയിരുന്നതായും ഇതിനെ ചോദ്യം ചെയ്ത തന്നോട് ആഡ് ആന്റണി അപമര്യാദയെ പെരുമാറിയെന്നും ഇന്ദുവിന്റെ അച്ഛൻ ശ്രീധരൻ നായർ പറഞ്ഞു. ഒരു അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു രാമേശ്വരം. അവിടെ വെച്ചിട്ട് ഇവർ തമ്മിൽ അങ്ങോട്ട് കൂട്ടം വന്നു, ചേട്ട വന്നപ്പോൾ അതിനുള്ളിൽ വെച്ചിട്ട് പൊള്ളയെ പിടിക്കാൻ പോയപ്പോൾ നിങ്ങൾ എന്താ കാട്ടണത് കേട്ടോ, ഞാനായിട്ട് യാതൊരു ബന്ധവുമില്ല കേട്ടോ, ഇന്നത്തോടെ അവസാനിക്കുക. അങ്ങനെ പോയി. അന്ന് രാത്രി ഞാൻ ഇറങ്ങുകയും ചെയ്തു. പോലീസ് അന്വേഷണത്തിലെത്തിയപ്പോഴാണ് ഭർത്താവായി കഴിഞ്ഞിരുന്ന ആൾ ആഡ് ആന്റണിയാണെന്ന് അറിയുന്നതെന്നും ഇനി ഇയാളുമായി യാതൊരു ബന്ധമുണ്ടാകില്ലെന്നും ബിന്ദു പറഞ്ഞു. റിപ്പോർട്ടർ, പാലക്കാട്.